നമ്മുടെ രാജ്യത്തെ എയർപോർട്ടുകൾ സേഫാണോ? അഹമ്മദാബാദിൽ ജൂൺ 12 നടന്ന ഫ്ലൈറ്റ് ക്രാഷ് ബന്ധപ്പെട്ട് അത്തരത്തിൽ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഭരണകൂടത്തിന് മുൻപിൽ ആ ചോദ്യം വലിയ പ്രസക്തമായി എടുത്തിട്ടില്ല എങ്കിലും ഏവിയേഷൻ സേഫ്റ്റി മേഖലയിൽ ചിന്തിക്കുന്നവർക്കിടയിൽ അത്തരത്തിൽ ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തിൻ്റെ എയർപോർട്ടുകൾ വിവിധങ്ങളായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മുൻ ഏവിയേഷൻ സേഫ്റ്റി അഡ്വൈസർമാരായിരുന്ന പൈലറ്റ്മാരായിരുന്ന പലരുടെയും അഭിപ്രായങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ എയർപോർട്ടുകൾ വലിയ സേഫ്റ്റി ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഫണൽ സോണിൻ്റെ സമീപത്തായിട്ടുള്ള ബിൽഡിങ്ങുകളാണ്. ഫണൽ സോൺ എന്ന് പറയുമ്പോൾ എയർപോർട്ട് മുതൽ റൺവേ മുതൽ ഫ്ലൈറ്റ് ഉയരുന്നതിനെടുക്കുന്ന ദൂരം വരെയുള്ള വലിയ ഒരു സോൺ. ആ സോണിന് സമീപത്തായിട്ട് ഭീഷണിയായി നിൽക്കുന്ന ബിൽഡിങ്ങുകൾ ഒരു വലിയ പ്രതിസന്ധിയായിട്ട് ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. റീസെൻ്റായിട്ട് നടന്ന അഹമ്മദാബാദ് എയർ ക്രാഷിൽ പോലും ഫ്ലൈറ്റ് ഉയർന്ന് കുറച്ച് കഴിഞ്ഞ് തൊട്ടടുത്തുണ്ടായിരുന്ന ഹോസ്റ്റലിൻ്റെ മുകളിൽ പോയി ഫ്ലൈറ്റ് ഇടിച്ചു വീഴുകയായിരുന്നു. ഒരുപക്ഷെ ഫണൽ സോണിന് അപ്പുറം ഒരു 1/2 കിലോമീറ്റർ കൂടി അപ്പുറത്തേക്ക് ബിൽഡിങ്ങുകൾ ഇല്ല എങ്കിൽ ഒരുപക്ഷെ ഈ അപകടത്തിൽ നിന്ന് ആ പൈലറ്റിന് സേഫ് ലാൻഡിങ് സാധ്യമായേനെ. പക്ഷെ അത് നടക്കാതിരുന്നത് അശാസ്ത്രീയമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അനുവാദം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇത്തരം ബിൽഡിങ്ങുകളാണ്. ഈ ബിൽഡിങ്ങുകൾ ഫ്ലൈറ്റ് ഉയർത്തുന്നതിനും റൺവേയിലേക്ക് തിരിച്ച് സേഫ് ലാൻഡ് ചെയ്യുന്നതിനും പൈലറ്റുമാർക്ക് വലിയ ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്. സോളാപൂർ എയർപോർട്ടിൽ ആ എയർപോർട്ടിന് സമീപത്തായിട്ടുള്ള ഒരു ഫാക്ടറിയുടെ ചിമ്മിനിക്ക് വേണ്ടി NOC കൊടുത്തത് ചിലരത് ഇഷ്യൂ ആയിട്ട് ഉയർത്തുന്നുണ്ട്. കാരണം വലിയ ചിമ്മിനികൾ പൈലറ്റുമാർക്ക് വലിയ അപകടം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സേഫ് ലാൻഡിങ്ങിന് ബാധിക്കുന്ന പക്ഷികളുടെ ശല്യം. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എയർപോർട്ടിനും അതിന് ചുറ്റുമുള്ള സമീപത്ത പ്രദേശങ്ങൾക്കുമുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റിലുള്ള കുറവാണ്. വേസ്റ്റ് ഈ പ്രദേശങ്ങളിൽ കുമിഞ്ഞു കിടക്കുമ്പോൾ പക്ഷികൾ കൂട്ടത്തോടെ വരാനും അത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും ലാൻഡ് ചെയ്യുന്ന സമയത്തുമെല്ലാം അത് ഫ്ലൈറ്റിന് ഭീഷണി ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പക്ഷി ശല്യമുള്ള എയർപോർട്ടുകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം എയർപോർട്ട്, അതുപോലെ മുംബൈ എയർപോർട്ട്, അതുപോലെ ഇപ്പോൾ അപകടം നടന്നിട്ടുള്ള അഹമ്മദാബാദ് എയർപോർട്ട്. മുംബൈ എയർപോർട്ടിന് സമീപം ഒരു വേസ്റ്റ് ട്രാൻസ്ഫർ പ്ലാന്റ് ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായ പരിചരണവും സെക്യൂരിറ്റിയും ഇല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് പക്ഷികളുടെ ശല്യം രൂക്ഷമായുണ്ട്. ട്രിവാൻഡ്രത്തും ഇത് പറയപ്പെടുന്നു. ഇപ്പോൾ അപകടം നടന്ന അഹമ്മദാബാദ് എയർപോർട്ടിലും ഇത് പറയപ്പെടുന്നു. ഇനി സുപ്രധാനമായ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യയുടെ ബഡ്ജറ്റിൻ്റെ പ്രധാന പങ്ക് എയർപോർട്ട് ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബിൽഡിങ് പണിയുന്നതിലേക്കാണ്. എയർപോർട്ടിൻ്റെ ഏവിയേഷൻ സെക്യൂരിറ്റി ബന്ധപ്പെട്ടല്ല എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഒരു ഫുൾ ഫ്ലഡ്ജഡായ വിദേശ രാജ്യങ്ങളൊക്കെയുള്ള പോലുള്ള വലിയ ഒരു സെക്യൂരിറ്റി എന്നതിനപ്പുറം ബേസിക്കായ നൈറ്റ് ലാൻഡിങ്ങിനുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങളും അല്ലാതെ സേഫായിട്ട് ടേക്ക് ഓഫ് എടുക്കാനും ലാൻഡ് ചെയ്യാനുമുള്ള ബേസിക്കായ അമ്യൂണിറ്റീസ് പോലും എയർപോർട്ടുകളിൽ കുറവാണ് എന്നാണ് പഠനങ്ങൾ വരുന്നത്. ഏറ്റവും ചെറിയ എയർപോർട്ടുകളിൽ ഒന്നാണ് ശിവമോഗ എയർപോർട്ട്. എന്നാൽ 600 കോടിയോളം രൂപ മുടക്കി പണിത എയർപോർട്ടിൽ 50 കോടി രൂപ പോലും സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇന്ത്യയിൽ നമ്മുടെ മുൻഗണന എയർപോർട്ട് ബന്ധപ്പെടുന്ന നമ്മുടെ മുൻഗണന അതിൻ്റെ ബിൽഡിംഗ് നിർമ്മാണത്തിലും അതിൻ്റെ ഇൻറ്റേർണൽ അല്ലെങ്കിൽ ആഭ്യന്തര ഇൻഫ്രാസ്ട്രക്ചർ ബന്ധപ്പെട്ടുണ്ട്. എന്നാൽ ഏവിയേഷൻ സെക്യൂരിറ്റിയിലേക്കാണ് പ്രധാനമായ ഒരു ശ്രദ്ധ പോകേണ്ടത്. കാരണം ഒരു എയർപോർട്ടിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഒരു വിമാനം അവിടെ നിന്ന് സേഫായിട്ട് പറന്നുയരാനും അവിടെ സേഫായിട്ട് ലാൻഡ് ചെയ്യാനുമാണ്. എന്നാൽ ഈ പ്രോസസ്സിന് കൊടുക്കേണ്ട പ്രാധാന്യത്തിനപ്പുറത്തേക്ക് മറ്റു ബിൽഡിംഗ് നിർമ്മാണത്തിലും ഇൻഫ്രാസ്ട്രക്ചറിനും ഭംഗി കൂട്ടലിനും മോഡിഫിക്കേഷനും എല്ലാം കൊടുക്കുക എന്നുള്ളത് ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത്. മോഹൻ രംഗനാഥൻ സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി അഡ്വൈസറി കമ്മിറ്റിയുടെ കസാക്ക് എന്ന് പറയുന്ന കമ്മിറ്റിയുടെ അംഗമായിരുന്നു അദ്ദേഹം. 2011 ഇന്ത്യയിലെ എയർപോർട്ടുകൾ ബന്ധപ്പെട്ട സെക്യൂരിറ്റി വിഷയത്തിൽ കൺസേൺ 2011 തൊട്ട് ഉയർത്തിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പ്രധാനമായിട്ട് 2011 പറഞ്ഞ 2 എയർപോർട്ടുകൾ എന്ന് പറയുന്നത് കേരളത്തിലെ കരിപ്പൂർ എയർപോർട്ടും മംഗലാപുരത്തെ മാംഗ്ലൂർ എയർപോർട്ടുമാണ്. ഈ 2 എയർപോർട്ടുകളാണ് ഇന്ത്യയിലെ ഏറ്റവും സെക്യൂരിറ്റി കുറഞ്ഞ എയർപോർട്ടുകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
ടെയിൽ വിൻഡുള്ള സമയത്ത്, അതായത് വിമാനം ചലിക്കുന്ന അതേ ദിശയിൽ കാറ്റുള്ള സമയത്ത് വളരെ അപകടകരമാണ് കരിപ്പൂർ എയർപോർട്ടിലെ ഫ്ലൈറ്റ് ലാൻഡിംഗ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട് പഠനങ്ങളും അന്വേഷണങ്ങളും നടന്നുണ്ട്. കാര്യപ്രസക്തമായ ഒരു നടപടി കരിപ്പൂർ എയർപോർട്ട് ബന്ധപ്പെട്ടും മംഗളൂരു എയർപോർട്ട് ബന്ധപ്പെട്ടും അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഇതുവരെ ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞു ഒരുക്കുന്നത് കരിപ്പൂർ എയർപോർട്ടിൽ ഒരു കാരണവശാലും ചെറിയ ക്രാഫ്റ്റുകളല്ലാതെ എയർക്രാഫ്റ്റുകളല്ലാതെ ഇറക്കരുത്. കണ്ണൂരിൽ വേണമെങ്കിൽ കുറച്ചുകൂടി വലിയ ക്രാഫ്റ്റുകൾ ഇറക്കാം, പക്ഷേ കാലിക്കറ്റിൽ ചെറിയ എയർക്രാഫ്റ്റുകൾ മാത്രമേ ഇറക്കാവൂ. അതല്ലെങ്കിൽ അത് അതിലെ ബോർഡ് ചെയ്ത മുഴുവൻ ആളുകളുടെയും ജീവന് അപകടമുണ്ടാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. കരിപ്പൂർ എയർപോർട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന വിഷയങ്ങളൊന്ന്, ഒരു എൻഡിൽ റൺവേ എൻഡ് സേഫ്റ്റി ഏരിയ ആവശ്യത്തിനില്ല എന്നുള്ളതാണ്. ഒരു മിനിമമേ ഉള്ളൂ. മറ്റു സൈഡിൽ അതൊട്ടുമില്ല എന്നുള്ള RESA ഒട്ടുമില്ല എന്നുള്ളതാണ്. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ റൺവേക്ക് ഉണ്ടാവേണ്ട മിനിമം വിഡ്ത്ത് ബന്ധപ്പെട്ടുള്ള റൺവേ സ്ട്രിപ്പ് ബന്ധപ്പെട്ടുള്ള വിഡ്ത്തിൻ്റെ പകുതി മാത്രമാണ് കരിപ്പൂർ എയർപോർട്ടിൽ ഉള്ളൂ എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ കരിപ്പൂർ എയർപോർട്ട് വളരെ അൺസേഫായ എയർപോർട്ടുകൾ ഒന്നാണ് എന്നുള്ളത് നമ്മളെല്ലാം വേദനിപ്പിക്കുന്ന ഘടകമാണ്. കേരളത്തിലെ ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന, മലബാർ കേന്ദ്രീകരിച്ചുള്ള ജനങ്ങളെ ഒരുപാട് പേരെ ആശ്രയിക്കുന്ന ഒരു എയർപോർട്ട് എന്ന നിലയിൽ ആ എയർപോർട്ടിന് കൊടുക്കേണ്ട സെക്യൂരിറ്റി, ആവശ്യമായ ഏവിയേഷൻ സെക്യൂരിറ്റി ഇല്ല എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ ഏവിയേഷൻ സെക്യൂരിറ്റി ബന്ധപ്പെട്ട് എയർപോർട്ടുകൾ, ആയിരക്കണക്കിന് എയർപോർട്ടുകൾ ഉണ്ടാക്കുക, അതിൻ്റെ ബിൽഡിങ്ങുകളിൽ ഫോക്കസ് ചെയ്യുക, ഇൻഫ്രാസ്ട്രക്ചറിൽ ഫോക്കസ് ചെയ്യുക എന്നതിനപ്പുറം ഏവിയേഷൻ സെക്യൂരിറ്റി ബന്ധപ്പെട്ട് സീരിയസ് ആയ ഒരു ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത്. ഇത് ഞാൻ മാത്രമല്ല പറയുന്നത്. ഇന്ത്യയിലെ പാർലമെന്റ് കമ്മിറ്റി, സിവിൽ ഏവിയേഷൻ ബന്ധപ്പെട്ട പാർലമെന്റ് കമ്മിറ്റി കഴിഞ്ഞ മാർച്ചിൽ, ഈ ജൂണിലാണ് അഹമ്മദാബാദ് അപകടം ഉണ്ടാവുന്നത്, എന്നാൽ മാർച്ചിൽ തന്നെ സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ബന്ധപ്പെട്ടു ആക്സിഡന്റിനെ പറ്റി അന്വേഷിക്കുന്ന അതിനുവേണ്ടിയുള്ള എക്സ്പെൻസ് ബന്ധപ്പെട്ടു എല്ലാം അതിനുവേണ്ടിയെല്ലാം വകയിരുത്തുന്ന ഫണ്ട് ആവശ്യത്തിനുള്ളതല്ല എന്നുള്ള ഒരു ആരോപണം പാർലമെന്ററി കമ്മിറ്റി തന്നെ ഉന്നയിച്ചിരുന്നു. ആ സമയത്ത് 35 കോടി രൂപയുടെ ഫണ്ടാണ് സെൻട്രൽ ഗവൺമെൻറ് അലോക്കേറ്റ് ചെയ്തത്. എന്നാൽ ഈ അലോക്കേറ്റ് ചെയ്ത ഫണ്ട് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിക്കോ അതിൻ്റെ മറ്റ് ബേസിക്കായ സെക്യൂരിറ്റി അമ്യൂണിറ്റീസ് ഒരുക്കുന്നതിനോ അതുപോലെയുള്ള ആക്സിഡന്റ് പ്രോബുകൾക്കോ വേണ്ടി ആവശ്യമായതല്ല, പര്യാപ്തമായതല്ല എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ എയർപോർട്ടുകൾ വളരെ കൃത്യമായിട്ട് സേഫ് ആവേണ്ടതുണ്ട്. അപകടകരമായ പാതയാണ് വ്യോമപാത എന്ന് പറയുന്നത്. ആ പാത ഏറ്റവും സുരക്ഷിതമായി തന്നെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്.